ഗുഡ് മോർണിംഗ്. നല്ല മനോഹരമായ ഒരു മെഡിറ്റേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ നമുക്ക് അടുത്ത സെഷനിലേക്ക് പോവാം. ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ടൊന്നും ഇല്ല. നമ്മളുടെ എല്ലാവരും എക്സ്പീരിയൻസ് ആണ്. ഈ വേദിയിലുള്ള ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും. നിങ്ങൾക്ക് അതിൽ കിട്ടിയ റിസൾട്ട് ഷെയർ ചെയ്യാം. അല്ല, ഇതിൽ നമ്മുടെ വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും ഇതിനകത്ത് ഉണ്ടാകുക കംപ്ലീറ്റ്. അപ്പൊ നിങ്ങൾക്ക് അതിൽ കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസ്, ഞാൻ ഈ വെസ്റ്റീജിൽ വന്നിട്ട് ഇത്ര ദിവസം ആദ്യം ഒന്ന് പരിചയപ്പെടാം, ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കിട്ടിയ സന്തോഷം ഒന്ന് ഷെയർ ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാർ സ്വയം ഒന്ന് പറയാ. കാരണം അത് മറ്റുള്ളവർക്കും കൂടെ ഉപകാരമായി മാറുന്നുണ്ടാവും. ചിലപ്പോൾ ഇന്ന് വരെ ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കാത്ത ആൾക്കാരായിരിക്കും, അവർക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടാവും. അങ്ങനെ അറിയാവുന്ന കുറച്ച് സംസാരിക്കാൻ സാധിക്കുന്ന ആള് ഒന്ന് സ്വന്തം പേര് പറയുക, പരിചയപ്പെടുക. പിന്നെ അതിനുശേഷം നിങ്ങളെ ഏത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചു അതിന്റെ റിസൾട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. ആരെയും ഞാൻ പേര് വിളിക്കാനാക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ സ്വയം പറയാം അൺമ്യൂട്ട് ആക്കിയിട്ട്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇതന്നെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സാജിദ ദാവൂദ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുമായി കണക്ട് ആയിട്ട് ഇപ്പോൾ ഒരു മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മൂന്ന് വ്യക്തികളോടുള്ള ഒരു താങ്ക്സ് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മുടെ ഷാജി സാറിനോടാണ്, പിന്നെ ഒന്ന് നീതു മാഡത്തിനോടാണ്. അവര് എനിക്ക് തന്നിട്ടുള്ള ഒരു പ്രചോദനത്തിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ സംസാരിക്കാനുള്ള ഒരു എനർജി കിട്ടുന്നത് തന്നെ. അവര് നിരന്തരം എന്നോട് എന്താ പറയാ, ഒരു മോട്ടിവേഷൻ അവരെനിക്ക് തരുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. പിന്നെ ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുമായി കണക്ട് ആവാൻ കാരണക്കാരനായ ഒരു വ്യക്തി കൂടി ഉണ്ട്, മഹേഷൻ സാറാണ്. ആ സാറിനോട് വലിയൊരു നന്ദി പറയുന്നു. ഞാൻ എന്തൊരു കാര്യം ചെയ്താലും എനിക്ക് ആദ്യം തന്നെ വന്നിട്ട് എനിക്ക് താങ്ക്സ് പറയുന്നത് അല്ലെങ്കിൽ കൺഗ്രാലേഷൻ പറയുന്നത് സാറാണ്. അപ്പൊ ഞാൻ ഈ ഒരു അവസരം ഈ ഒരു മൂന്ന് പേരോടും വലിയൊരു താങ്ക്സ് പറയാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുകയാണ്. പിന്നെ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനൊരു 10 മാസം മുൻപ് എനിക്കൊരു വലിയൊരു സർജറി അമൃത ഹോസ്പിറ്റലിൽ വെച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. CSF റൈനോറിയ എന്നാണ് എൻ്റെ അസുഖത്തിന്റെ പേരുണ്ടായിരുന്നത്. ഹെഡില് ഒരു ചെറിയൊരു വിള്ളൽ വന്നിട്ട് ബ്രെയിനിലെ ഫ്ലൂയിഡ് മൂക്ക് വഴി ലീക്ക് ആവുന്ന ഒരു അസുഖമായിരുന്നു. അപ്പൊ ആ ഒരു സർജറി കഴിഞ്ഞ് വന്ന ഒരു മാസം കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ഈ ഒരു ഇടത് സൈഡ് ഭയങ്കര കഴപ്പും വേദനയും ഒക്കെ ആയിട്ട് ഭയങ്കര പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ കണക്ട് ആയപ്പോ ഫസ്റ്റത്തെ പർച്ചേസിങ്ങിന് ഞാൻ നമ്മുടെ സുധീഷ് സാറിന്റെ ഷോപ്പിലാണ് പോയിരുന്നത്. അപ്പൊ സാറായിട്ട് പരിചയപ്പെട്ട് കുറച്ച് സംസാരിച്ചപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു കാര്യം പറഞ്ഞു. എനിക്ക് ഇങ്ങനെ ഭയങ്കര കഴപ്പാണ് ഈ ഒരു സൈഡ്. അപ്പൊ ഞാൻ അതിനു വേണ്ടി കഴിക്കേണ്ട സപ്ലിമെന്റ് എന്തായിരുന്നു സാറേന്ന് ചോദിച്ചപ്പോൾ സാർ എനിക്ക് പറഞ്ഞു ഗ്ലൂക്കോസമൈനാണെന്ന് പറഞ്ഞു തന്നു. അപ്പൊ അത് നിങ്ങൾ കുറച്ച് നാൾ കഴിക്കേണ്ടി ഒരു അടുപ്പിച്ച് എന്നാലേ മാറുള്ളൂ എന്നും കൂടി സാർ പ്രത്യേകം എടുത്ത് പറഞ്ഞിരുന്നു. ഞാൻ അത് കൊണ്ടുവന്ന് കഴിച്ച് ഒരു ഏതാണ്ട് കുറച്ച് ദിവസങ്ങൾ മാത്രം കഴിഞ്ഞിട്ടുള്ളൂ. 8 മാസം ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ടിനെ എനിക്ക് വളരെയധികം സമാധാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പൂർണ്ണമായിട്ട് മാറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അടുത്ത പർച്ചേസിന് പോയപ്പോ അതിൽ കൂടെ നമ്മുടെ CMD CMD ഡ്രോപ്സും അതുപോലെ ഫ്ലാക്സ് ഓയിലും ഈ ഒരു മൂന്നും കൂടിയിട്ട് ഞാൻ പിന്നെ കഴിക്കാൻ തുടങ്ങിയത്. ആ ഒരു മൂന്ന് സപ്ലിമെന്റ്സ് എടുത്ത് അപ്പോ എനിക്ക് ഏതാണ്ട് പൂർണ്ണമായി മാറിയ ഒരു സ്റ്റേജ് തന്നെ ആയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. പിന്നെ എനിക്ക് മറ്റൊരു ഇത് പറയാനുള്ളത്, ഹസ്ബൻഡിന്റെ സഹോദരി ഭർത്താവിന് ഷുഗർ കൂടുതലായിരുന്നു. അവർക്ക് ഷുഗർ കൂടുതലായിട്ട് കാലിന്റെ തള്ളവിരല് പഴുത്ത് അവർക്ക് അധികം നടക്കാനൊന്നും പറ്റില്ല. ആ ഒരു അവസ്ഥയിൽ കാലൊക്കെ വന്ന് നീര് വന്ന് ആകെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ആ സമയത്ത് ഹോസ്പിറ്റലിൽ അവർ കാണിച്ചപ്പോ കാലിന്റെ തള്ളവിരല് അവര് തുറന്ന് പഴുപ്പെടുത്ത് കളഞ്ഞിട്ട് കാലിന് ഒരു ഹോളായിട്ടാണ് ഇരുന്നിരുന്നത്. അപ്പൊ ആ ഒരു വേദനയും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് കാലുമൊക്കെ കെട്ടൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ നമ്മുടെ ഇതിൽ നിന്ന് കുറച്ച് സപ്ലിമെന്റ്സ്, അത് സ്റ്റീവിയ, ആംല, ഗ്ലൂക്കോ ഹെൽത്ത്, നീം, നോനി, ഫ്ലാക്സ് ഓയില്, കുർക്കുമിൻ, ഈ ഒരു 7 സപ്ലിമെന്റ്സ് ഞാൻ വാങ്ങിക്കൊടുത്തിരുന്നു. അപ്പൊ അത് കഴിച്ച് ഇപ്പൊ ഏകദേശം ഒരു മാസം ആവാറായിട്ടുണ്ട്. അപ്പൊ തന്നെ വലിയൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇന്ന് ആളുടെ ആ കാലുമലത്തെ നീര് പോയി, നിറവ്യത്യാസം മാറി, ഷുഗർ നോർമലിലേക്ക് വന്നു. കാലും വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഹോള് അത് ഏകദേശം ഏതാണ്ട് പൂർണ്ണമായിട്ട് അടഞ്ഞ ഒരു അവസ്ഥയിൽ തന്നെ ആയി മാറിയിട്ടുണ്ട്. ഇപ്പൊ ഷുഗർ ഒക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഭയങ്കര നോർമലാണ്. ആള് അധികം ദൂരം നടക്കാൻ പറ്റിയിരുന്നില്ല. നടക്കുമ്പോൾ കാലുമ നീര് വന്നിരുന്ന ഒരാളായിരുന്നു.
പക്ഷെ ഇന്ന് ആള് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, എല്ലായിടത്തേക്കും പോകുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഒരു കുഴപ്പവും ആൾക്കിപ്പോ ഇല്ല. അതുപോലെ എന്റെ ഹസ്ബൻഡിന്റെ കാര്യമാണെങ്കിലും ആൾക്ക് ഇതുപോലെ തന്നെ ഒരു 5 വർഷം മുൻപ് 2 കൊല്ലത്തോളം ഗൾഫിൽ നിന്നിട്ടുണ്ട്. ആ സമയത്ത് അവിടുത്തെ ക്ലൈമറ്റ് പറ്റാതെ ആൾക്കൊരു പുറം വേദന വന്നു. ആ പുറം വേദന വന്നിട്ട് അവിടെ കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു, ഇഞ്ചക്ഷനും കാര്യങ്ങളും മറ്റൊക്കെ ആയിട്ട് ഒരുപാട് എടുത്തു. പക്ഷെ ആൾക്ക് ആ ഒരു പുറം വേദന മാറിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നാട്ടിൽ വന്നിട്ടും ഞങ്ങൾ ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തതാണ്. ആൾക്കും ഇതേപോലെ തന്നെ മാറാതെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന സമയത്ത് പിന്നെ എന്താ ഡോക്ടറെ കാണിക്കാനുള്ള ഒരു മടി കൊണ്ട് അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് പറയും. അവിടെ പരിചയമുള്ള ഒരു ചേട്ടനാണ് മെഡിക്കൽ ഷോപ്പിൽ നടത്തുന്നത്. അപ്പൊ ആ ചേട്ടന്റെ അടുത്ത് പറയുമ്പോ ആ ചേട്ടൻ കുറച്ച് മരുന്ന് കൊടുക്കും. അപ്പൊ അത് കഴിക്കും, അപ്പൊ മാറും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും വരും. ആ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഞാന് കഴിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഈ CMD അതുപോലെ ഫ്ലാക്സ് ഓയിലും ഇതുപോലെ തന്നെ ഞാൻ കഴിക്കുന്ന അതേ ടാബ്ലറ്റ് ഇത് തന്നെ സപ്ലിമെന്റ്സ് തന്നെ ഹസ്ബൻഡും കൂടി കഴിച്ചു. ഞാൻ രണ്ടാളും ഒരുമിച്ച് തന്നെയാണ് കഴിച്ചിരുന്നത്. ഇന്ന് ഹസ്ബൻഡിന് ഇപ്പൊ ഏതാണ്ട് ഇപ്പൊ ഒരു മാസത്തോളമായിട്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ആള് ഭയങ്കര എനർജറ്റിക് ആണ്, നല്ല ഉഷാറായി. നമ്മുടെ CMDയുടെ കാര്യം തന്നെ അറിയാലോ, നമുക്ക് പല മിനറൽസുകളും കിട്ടാതെ പോകുന്നുണ്ട്. അപ്പൊ നമുക്കതൊരു നമ്മൾ കുടിക്കുന്ന ഒരു വെള്ളത്തിലൂടെ ചേർത്ത് കഴിക്കുമ്പോ ഭയങ്കരമായിട്ട് നല്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഫീൽ ചെയ്യും. നമ്മൾ നല്ലൊരു നമുക്ക് നല്ല ഉഷാറായിരിക്കും നമ്മൾ എന്തൊരു കാര്യങ്ങൾക്കും. അത് ഞങ്ങളുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അനുഭവങ്ങളാണ്. പിന്നെ എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടാണ്, ആൾക്ക് കാലിന്റെ മുട്ട് വേദനയാണ്. വേദനയായിട്ട് സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സർജറി ഒക്കെ ഫിക്സ് ചെയ്തതാണ്. പിന്നെ ആ ഡോക്ടർ തന്നെ പറഞ്ഞു നമുക്കൊരു ഇഞ്ചക്ഷൻ എടുക്കാം, അത് എടുത്തിട്ട് ഒരു 6 മാസത്തോളം നിങ്ങൾക്ക് അത് വേദന ഒരു സമാധാനം ഉണ്ടാവും നിങ്ങൾക്ക് എന്ന് പറഞ്ഞു. പക്ഷെ ഇഞ്ചക്ഷൻ എടുത്ത് വന്നിട്ടും പിന്നെയും ആള് വേദനയും ബുദ്ധിമുട്ടും പിന്നെ ഷുഗറും ഉണ്ട് ആൾക്ക്. അപ്പൊ ആൾക്ക് ഇതേപോലെ തന്നെ ഷുഗറിനുള്ള നമ്മുടെ നീങ്ങാനുള്ള കുറച്ച് സപ്ലിമെന്റ്സ് അതുപോലെ CMD ഫ്ലാക്സ് ഓയിൽ ഇതൊക്കെ ഞാൻ അദ്ദേഹത്തിനും കൊടുത്തു. ഇന്നിപ്പോ ആൾക്ക് കാലിന്റെ മുട്ടിനൊക്കെ വേദന വളരെയധികം സമാധാനം ഉണ്ട്, ആളും നല്ല ഉഷാറായി. അതുപോലെ ഷുഗറും ആൾക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ എന്റെ ഒരു 3 അനുഭവങ്ങളാണ് എനിക്കുള്ളത് ഈ നമ്മുടെ ഈ ഒരു സപ്ലിമെന്റ്സ് കഴിച്ചത് കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ഈ ഒരു സപ്ലിമെന്റ്സ് ഒക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം നിങ്ങൾക്കും ഉണ്ടാവും. താങ്ക് യു. താങ്ക് യു സാജിദ. വളരെ മനോഹരമായിട്ട് ഒരു മാസമായ ബിസിനസ്സിൽ വന്നിരിക്കുന്ന വ്യക്തി ആണ് ഈ സംസാരിച്ചതും. വെസ്റ്റീജ് ബിസിനസ്സിൽ നമുക്ക് കിട്ടുന്നത് നമ്മളെല്ലാവരും ചിലപ്പോൾ ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിച്ച് വന്ന ആളാണെങ്കിൽ ഒന്ന് സാജിദയിൽ ആ സംസാരിക്കുന്ന മാറ്റം നമ്മൾ ശ്രദ്ധിക്കുക. നന്നായി സംസാരിച്ചു. പിന്നെ ആ ഒരു മാസം കൊണ്ട് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ല രീതിയിൽ വിശ്വാസം ഉണ്ടാക്കിയെടുത്തു. അത് സ്വന്തം ആരോഗ്യത്തിന് വേണ്ടി യൂസ് ചെയ്തു, റിസൾട്ട് ഉണ്ടായി. റിലേഷനിൽ പരിചയത്തിലുള്ള ബന്ധക്കാർക്ക് അത് ഷെയർ ചെയ്തു, അവർക്ക് മാറ്റം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു. ഒരു മാസം കൊണ്ട് ഇത്രത്തോളം നോളജ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. താങ്ക് യു വെരി മച്ച്. അടുത്തത് ഹനീഫ പറഞ്ഞോളൂ. ആ ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. കേൾക്കാറുണ്ടല്ലേ? കേൾക്കാം. കുറച്ചും കൂടെ വോയിസ് കൂട്ടിയാൽ നല്ലതായിരുന്നു. ആ ആ, അതായത് 2002 അതായത് 3 കാലത്തിലാണ് ഞാൻ വേറൊരു പേരും കമ്പനിയിൽ കൂടെ ജോയിൻ പേരും ചെയ്തത്. സ്ഥലവും പറഞ്ഞ് പരിചയപ്പെടുത്തിക്കോളൂ. അപ്പോൾ കുറച്ചും കൂടെ. ആ എൻ- ആ അനി- ഏ, എൻ്റെ പേര് അനീഷ് ഹനീഫ, സ്ഥലം കൊല്ലം. ഞാനൊരു 2003 കാലത്തിൽ ഒരു വേറെ കമ്പനിയിൽ ജോയിൻ ചെയ്തു. അപ്പൊ അത് ഒരു ഇതുപോലെ നെറ്റ്വർക്ക് കമ്പനിയാണ്. എനിക്ക് ആദ്യം അതിനെക്കുറിച്ച് ശരിക്കും ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ പറഞ്ഞ കണക്ക് ഫസ്റ്റ് ടൈമിൽ തന്നെ ഒരു 8,000 രൂപ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അതിനകത്ത് ജോയിൻ ചെയ്തത്. പക്ഷെ വരുന്നവരും അതുപോലെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേണം അതിനകത്ത് ജോയിൻ ചെയ്യാൻ. അങ്ങനെ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. അപ്പം അത്രത്തോളം എമൗണ്ട് അതിനകത്ത് മുടക്കിയിട്ട് നമ്മളത് ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ജോയിൻ ചെയ്ത് വ്യക്തിക്ക് പോലത്തെ ഫ്ലെക്സിബിൾ അല്ല. ആ, അത് വളരെ ഹാർഡായിട്ട് വേണം അതിന് വർക്ക് ചെയ്യാൻ. പിന്നെ അതിന് എന്തോ ഒരു പ്രത്യേക കാരണത്താൽ അതിന് പിന്നെ പോകാതായി. പിന്നെ കുറെ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ വിവാഹത്തിന് മുമ്പായിരുന്നു. അപ്പൊ ഈ അടുത്ത സമയത്ത് നമ്മളൊരു സുഹൃത്ത് വഴി അൻസാർ കൊല്ലം, അദ്ദേഹം വഴിയാണ് ഞാൻ വഴിയാണ് ഞാൻ ഈ ഇതിലേക്ക് വന്നത്. അപ്പം ഷാജി സാറ് ആണ് എന്നെ അതിനെ കുറെ ക്ലിയർ ആയിട്ട് എനിക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇതൊരു ബിസിനസ് അല്ല. ആദ്യം നിങ്ങളൊരു
ഈ പ്രോഡക്റ്റ് വാങ്ങി നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഉപയോഗിച്ച് നോക്കും. ഈ ഇത് കച്ചവടമോ അല്ലാതെ ആൾക്കാരെ ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവരുന്ന പരിപാടിയൊന്നും അതൊന്നും നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഒരുപാട് രോഗികൾ കൂടെ ഹോസ്പിറ്റലുകളിൽ കൂടെ രോഗികൾ കൂടെ ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു കാലങ്ങളാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ഇതൊരു കൺസ്യൂമറായി ചെയ്യുക, അതുകൊണ്ട് നമ്മൾ വരുമാനം ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഉദ്ദേശം. അല്ലാതെ ആളിനെ ചേർക്കല് ആളിനെ ക്യാൻവാസ് കൊണ്ടുവരലല്ല എന്നുള്ളത് ശരി എന്നുള്ളത് ഞാനിത് ചെയ്യുകയും ചെയ്തു. പ്രത്യേകിച്ച് ഇത് ജോലി ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അനീഷ ഹെഡ്ഫോൺ അടുത്ത് പിടിക്കാവോ? ഹെഡ്ഫോൺ അടുത്ത് പിടിച്ചാൽ കുറച്ച് വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. ശരിയാ. ഇപ്പോഴേ ഞാൻ നോക്കണം. എല്ലാവരും പോരാ, സൗണ്ട് പോരാ, ഹലോ, നമുക്ക് വ്യക്തമാകുന്നില്ല പറയുന്നത്. ഇപ്പോഴാ? ആ ഹെഡ്ഫോൺ ഒന്ന് മാറ്റി നോക്കി, ഹലോ, ഹെഡ്ഫോൺ ഒന്ന് ഊരി വെച്ച് നോക്കി. ഹലോ, ഹെഡ്ഫോൺ ഒന്ന് ഊരിയോ? ഇപ്പോഴാ സാറേ? ക്ലിയർ ആവുന്നില്ല, നമ്മൾ എന്താണ് പറയുന്നത് നമുക്ക് ക്ലിയർ ആവുന്നില്ല. അപ്പോൾ പറ്റുവാണെങ്കിൽ ഹെഡ്ഫോൺ സംസാരിച്ച് നോക്കി. ഹലോ. ഇപ്പൊ ഓക്കെ, സംസാരിച്ച്. അതായത് നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വെളിച്ചെണ്ണ അതുപോലുള്ള എല്ലാം നിത്യോപ സാധനങ്ങളുടെ വിലക്കയറ്റം, അമിതമായ വിലക്കയറ്റം ഉള്ള സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു സെലക്റ്റീവായിട്ടുള്ള കുറച്ച് സാധനം പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഫസ്റ്റ് ജോയിൻ ചെയ്തതിനു ശേഷം പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൽ തവിടെണ്ണ അതുപോലെ മൂന്നാല് ഐറ്റംസ് സെൽഫ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ്. എനിക്ക് ഈ പ്രസന്റേഷൻ ചെയ്തൊന്നും പരിചയമില്ല, അതുകൊണ്ടാണ് ചില പോരായ്മകൾ വരും, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നാണ് ഞാൻ ആദ്യം പറയുന്നത്. അപ്പം ഈ തവിടെണ്ണ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പരിചയം വേണ്ട. അപ്പം അതിനിപ്പോൾ ഞാൻ ചെയ്യുന്ന വെച്ചാൽ നമ്മളെ തൊട്ടടുത്ത ഷോപ്പിൽ നിന്നൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്നൊരു പ്രമുഖ ബ്രാൻഡുകൾപ്പെട്ട ഒരു ബ്രാൻഡ് അവരിൽ നിന്നൊരു 1/2 കിലോ തവിടെണ്ണ വാങ്ങി. അപ്പം അത് വാങ്ങി ഉപയോഗിച്ച് നോക്കിയാലേ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ, നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്, അത് എത്രത്തോളം ക്ലിയർ ആവും നമുക്ക് അറിയത്തില്ല. അപ്പം അത് വാങ്ങിയൊന്ന് ഉപയോഗിച്ച് നോക്കിയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് തന്നെ ആദ്യം എൻ്റെ പ്രശ്നങ്ങളാണ്. ഇതാണ് നിങ്ങൾ വാങ്ങാൻ പോകുന്ന തവിടെണ്ണ, ഇതെന്താ ഇത്, ഒരു ടേസ്റ്റും ഇല്ല, ഒരു മണവും ഇല്ല, ഇതാണെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച് ജോലിയാവൂ. അങ്ങനെ ഇത് വാങ്ങി എനിക്കും അത് അങ്ങനെ തോന്നി. അപ്പോൾ ഏതായാലും ഇതിപ്പം ജോയിൻ ചെയ്തില്ലേ, വാങ്ങി നോക്കാമെന്ന് പറഞ്ഞ് നമ്മളെ വെസ്റ്റീജിന്റെ തവിടെണ്ണയും പേസ്റ്റും സോപ്പും ഒക്കെ വാങ്ങി. അപ്പോൾ വാങ്ങി ഉപയോഗിച്ചപ്പോഴത്തേക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് തമ്മിലുള്ള ഒരുപാട് വ്യത്യാസം. അതിന്റെ നിറങ്ങൾ വ്യത്യാസമാണ്, ടേസ്റ്റ് നമ്മൾ അതിനേക്കാൾ എത്രയോ ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്, അനുഭവപ്പെട്ടു. അപ്പോൾ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ വെളിച്ചെണ്ണ 1/2 കിലോ 500 മേളിൽ വിലയുള്ള സമയത്ത് ഈ 2 കിലോ തവിടെണ്ണ 550 രൂപയ്ക്ക് ഇപ്പൊ കിട്ടുകയെന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയായി ഈ സമയത്ത്. അത് മാത്രമല്ല, വെളിച്ചെണ്ണ ഞാൻ വെളിച്ചെണ്ണ വാങ്ങുകയും ചെയ്യും, അതിന്റെ കൂട്ടത്തിൽ ഒരു പാം ഓയിൽ വാങ്ങും. 2 കാര്യങ്ങളാണ് കിട്ടുക. ഇപ്പൊ ഇത് രണ്ടും ഒഴിവാക്കി, വെളിച്ചെണ്ണ ഒഴിവാക്കി, പാം ഓയിൽ ഒഴിവാക്കി, പകരം തവിടെണ്ണയാണ് ഇപ്പം. അപ്പോൾ എൻ്റെ അനുഭവം ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ 1-2 പേർക്ക് ഷെയർ ചെയ്യും. അവർക്ക് അത് ഒരു പർച്ചേസിന് അവർക്ക് വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ വാങ്ങിച്ചു കൊടുത്ത് അവർ നല്ല റിസൾട്ടാണ് ഇത് പറഞ്ഞത്. അപ്പം അവരുടെ റിലേഷൻ പോയി വേറൊരാൾക്കും വേണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഉപയോഗിച്ചപ്പോഴാണ് ഇതിന് ശരിക്കും നമുക്ക് ഇതിന്റെ ഗുണം മനസ്സിലായത്. അതുപോലുള്ള ടൂത്ത് പേസ്റ്റ് എനിക്ക് വായിൽ ഈ പല്ല് തേക്കുമ്പോൾ ബ്ലഡ് വരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞ മോണോവീക്കത്തിന്റെ ആണ് അത് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ വലിയ കാര്യമാക്കാതെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുവാണ് ഈ പേസ്റ്റ് ഉപയോഗിച്ചതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ട്. വളരെ വളരെ നല്ല റിസൾട്ടാണ് പേസ്റ്റിനോട്. അതുപോലെ സോപ്പും അത് നല്ല
എല്ലാ പ്രോഡക്റ്റുകളും 100% നല്ല പ്രോഡക്റ്റുകളാണ് വെസ്റ്റീജിന്റെ. അപ്പോൾ അത് ആദ്യം നമ്മൾ ഉപയോഗിച്ച് മനസ്സിലാക്കുക, എന്നാലേ നമുക്കത് മറ്റുള്ളവർക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഉപയോഗിക്കാതെ മറ്റുള്ളവർക്ക് ഈ പ്രോഡക്റ്റ് നല്ലതാണ് അങ്ങനെയൊക്കെ കച്ചവടമായിട്ട് നടന്ന് അതിന്റെ ആവശ്യമില്ല. നമുക്കൊരു ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയതിന് ശേഷമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. വളരെ ഓക്കെ, നല്ല പ്രോഡക്റ്റ്. താങ്ക് യു അനീഷ്. അനീഷിന്റെ വോയിസ് വളരെ കുറവായിരുന്നു. കുറച്ച് ഞാൻ വ്യക്തമാക്കി തരാം. അദ്ദേഹം വെസ്റ്റേജിൽ വന്നു, തവിടെണ്ണ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു മടിയുണ്ടായിരുന്നു. കാരണം തവിടെണ്ണ അത്ര ഉപയോഗിച്ച് ശീലം ഉണ്ടായിരുന്നില്ല. മാർക്കറ്റിൽ പോയിട്ട് വേറൊരു കമ്പനിയുടെ തവിടെണ്ണ 1/2 ലിറ്റർ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കിയപ്പോൾ അത്രയ്ക്ക് മോശമായ ഒരു അനുഭവം, തവിടെണ്ണ ഉപയോഗിക്കാനുള്ള മനസ്സ് വരെ ഉണ്ടായിരുന്നില്ല. പക്ഷെ വെസ്റ്റേജിൽ ജോയിൻ ചെയ്തൊന്ന് വാങ്ങിച്ച് നോക്കാന്ന് വെച്ച് 2 ലിറ്റർ തവിടെണ്ണ വാങ്ങിച്ചു. വളരെ നല്ല ടേസ്റ്റ് തോന്നി. അത് മാത്രമല്ല, വെളിച്ചെണ്ണയും പാം ഓയിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ഇപ്പം വെളിച്ചെണ്ണയുമില്ല, പാം ഓയിലും ഇല്ല, ഒരു തവിടെണ്ണയിലൂടെ മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അത്രയും ടേസ്റ്റ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന് പേസ്റ്റിലുണ്ടായിരുന്ന റിസൾട്ട്, പല്ലുവേദന വന്നുകൊണ്ടിരുന്ന വ്യക്തി ആ പേസ്റ്റ് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോപ്പ് ഉപയോഗിച്ച് റിസൾട്ടും. അതാണ് അദ്ദേഹം പറഞ്ഞത്. വോയിസ് വളരെ സ്ലോ ആയിട്ട് ആർക്കും കേൾക്കുന്നില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഫാത്തിമ മാഡം ഉണ്ടോ? ഉണ്ട് ഉണ്ട്. പറയും മാഡം. ഗുഡ് മോർണിംഗ്. ആദ്യം എൻ്റെ പരിചയപ്പെടുത്താൻ, എൻ്റെ പേര് ഫാത്തിമ. ഞാൻ മലപ്പുറം ജില്ലയിൽ പൊന്നാനി കുറ്റിപ്പുറം അടുത്ത് അതളൂർ പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ അനുഭവം തന്നെ പറയാം. ഞാനിപ്പോൾ വെസ്റ്റീജിൽ വന്നിട്ട് 3 മാസം കഴിഞ്ഞു. 4-ാം മാസമാണിത്. ഞാൻ പ്രൊഡക്റ്റുകളും ബ്രാൻ ഓയിലും എല്ലാം ഉപയോഗിച്ച്, പിന്നെ പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിരുന്നു. 27 വർഷമായിരുന്നു ഷുഗർ ബാധിച്ചിട്ട്. ഷുഗർ സംബന്ധമായ എല്ലാ അസുഖങ്ങളും എനിക്കുണ്ടായിരുന്നു. കാലുത്തരിപ്പ്, കയ്യിൻ്റെ വേദനകൾ, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മലബന്ധം വളരെ കുറവായിരുന്നു. അതുപോലെ തന്നെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു അതിന് സംബന്ധമായിട്ട്. പിന്നെ മൈഗ്രെയിൻ, തലവേദന ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പം ഈ പ്രൊഡക്റ്റുകളൊക്കെ എല്ലാം ഉപയോഗിച്ച് അലോവേര, പിന്നെ ഫ്ലാക്സ് ഓയിൽ, ആനോഡർമ, നീം, കുർക്കുമിന്, CMD, പൂപ്പാച്ച്, തുളസി ഡ്രോപ്സ്, ഇതെല്ലാം ഉപയോഗിച്ച് എനിക്ക് എല്ലാ അസുഖങ്ങളും ഒരുപാട് മാറി, അൽഹംദുലില്ലാ. അതുപോലെ എനിക്ക് നിസ്കരിക്കാൻ പറ്റിയിരുന്നില്ല. ഞാൻ ഇരുന്നിട്ടായിരുന്നു നിസ്കരിച്ചിരുന്നത്. കാലിൻ്റെ മുട്ടിന് വേദന ആയിരുന്നു. സുജൂദിക്കൊന്നും പോകാൻ പറ്റിയിരുന്നില്ല, ചെയ്യാൻ പറ്റിയിരുന്നില്ല, തയ്യാത്തിന് ഇരിക്കാനൊന്നും പറ്റിയിരുന്നില്ല. ഇപ്പം അൽഹംദുലില്ലാ അതിനൊക്കെ വളരെ 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 മെച്ചാണ്. ഞാൻ ആകെ തന്നെ ആളാകെ മാറി ഉഷാറായി. വീട്ടിലെ ജോലികളൊക്കെ നല്ല ചുറുചുറുക്കോടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴും ഞാനിതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഒന്നും ഞാൻ നിർത്തിയിട്ടില്ല. പിന്നെ ഇപ്പം ഇനി എൻ്റെ മോളെ കുട്ടികൾക്ക് ഇതേപോലെ തന്നെ ഞാൻ ഷാജി സാറും ഷാവുൽ സാറുമാണ് എന്നെ ഇത്രയും കൂടുതൽ ഉയർത്തിയത്. അവർക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഞാൻ എന്ത് കാര്യങ്ങളും അവരോടാണ് ചോദിക്കാറ്. പിന്നെ ഷാജി സാർ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു തരും, എല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കി തരും. ഞാൻ ആ പ്രൊഡക്റ്റുകളൊക്കെ ഷാവുൽ സാറിന് വിട്ടുകൊടുക്കും. ഷാവുൽ സാറാണ് എനിക്കൊക്കെ ഇങ്ങോട്ട് അയച്ചു തരല്. ഇപ്രാവശ്യം ഞാൻ പ്രൊഡക്റ്റ് വാങ്ങിച്ചത് അയച്ചു തന്ന ആള് ഷമീറാമ്മയും തൃശ്ശൂർ എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ ഞാനിപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നോ നാളൊക്കെ ആയിട്ട് എത്തേണ്ടായിരിക്കും. കുട്ടികൾക്കുള്ള ഡ്രോപ്സുകളാണ്. പ്രതിരോധശേഷി വളരെ കുറവാണ്. 2 ഇരട്ടക്കുട്ടികളാണ്. അവരെ കൊറോണ സമയത്ത് പ്രസവിച്ചതാണ്. എപ്പോഴും അവർക്ക് അസുഖങ്ങളാണ്. അപ്പോൾ അതിനുള്ള പ്രൊഡക്റ്റുകളൊക്കെ സാറ് പറഞ്ഞു തന്നിട്ട് ഞാൻ അതൊക്കെ ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ മോളെ പ്രശ്നങ്ങൾ, അതുപോലെ മോൻ്റെ ഭാര്യയ്ക്ക് താരന്, അതുപോലെ PCOD, മെൻസസ് പ്രോബ്ലം എല്ലാം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു തന്ന എല്ലാ പ്രൊഡക്റ്റുകളും ഉപയോഗിച്ച് അപ്പോൾ അവളും നല്ലൊരു ഇതായിട്ട്, മുടിയൊന്നും തലയിൽ അവൾക്ക് ഉണ്ടായിരുന്നില്ല. 30 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ മെൻസസൊക്കെ ക്ലിയറായി. പിന്നെ താരനൊക്കെ പോയി തുടങ്ങി. മുടിയൊക്കെ ഏകദേശമൊക്കെ നല്ല രൂപത്തിലായി വരുന്നുണ്ട്. അതിനെക്കുറിച്ച് മാത്രമേ പിന്നെ ബ്രാൻ ഓയിലിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഞാൻ അത്രയും ഇപ്പോൾ 4 മാസമായി ഞാൻ അതിൽ വന്നിട്ട്. അന്ന് മുതൽ ഇന്ന് വരെ അതന്നെ. പിന്നെ ഒരുപാട് ആൾക്കാർ, നമ്മളെ കുടുംബത്തിൽപ്പെട്ടതും ബന്ധത്തിൽപ്പെട്ടതും ഒരുപാട് ആൾക്കാർക്ക് ഓയിൽ വേണമെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ വരുത്തിച്ച് കൊടുക്കാറുണ്ട്. അവരെല്ലാവരും നല്ല അഭിപ്രായമാണ്.
അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വെസ്റ്റീജ് വെരി ഗുഡ്, വെസ്റ്റീജ് വെരി ഗുഡ് പ്രൊഡക്റ്റ്, എല്ലാം കൊണ്ടും നല്ലതാണ്. ഇതുമ്മ തന്നെ തുടർന്ന് പോവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഓക്കെ ഓക്കെ താങ്ക് ബൈ. യു ഫാത്തിമ മാഡം. ഫാത്തിമ മാഡത്തിന്റെ 3 മാസം കഴിഞ്ഞ് 4-മത്തെ മാസമാണ്. കൺസിസ്റ്റൻസി 4-മത്തെ മാസം ചെയ്തു. അതാണ് ആ ഒരു വ്യത്യാസം. പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു, റിസൾട്ട് ലഭിക്കുന്നു, അത് കുടുംബത്തിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നു. നമ്മളിന്ന് പറയാൻ മടിക്കുന്നു, പക്ഷെ ആൾക്കാർ പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞവർ കേൾക്കത്തില്ല. പക്ഷെ മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അടിപൊളി പ്രൊഡക്റ്റാണ്. നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ പ്രൊഡക്റ്റിൽ കിട്ടുന്ന റിസൾട്ടാണ്. അത് വലിയൊരു ഇതാണ് കേട്ടോ. ഇനി ആർക്കെങ്കിലും അടുത്ത പറയാനുള്ള ആൾക്കാർ അൺമ്യൂട്ടാക്കി പറയാവോ? എന്നോട് ഈ 3 പേര് ഇന്നലെ എക്സ്പീരിയൻസ് പറയാൻ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവരെ പേര് വിളിച്ചത്. ഇനി ആർക്കെങ്കിലും ഒരു പ്രൊഡക്റ്റ് എക്സ്പീരിയൻസ് പറയാൻ പറ്റും, പറയും. പേര് പറയൂ, ഗുഡ് മോർണിംഗ് പേര് പറയൂ. സാറേ, ഞാൻ ബിന്ദു ഡൽഹിയിൽ നിന്ന്. കേൾക്കാമോ? എന്താ വോയിസ് ഇല്ല, വോയിസ് കേൾക്കുന്നില്ല. ഹലോ, പറയൂ. ബിന്ദു ഡൽഹി. ബിന്ദു നിൻഡു അല്ലേ? ബിന്ദു ബിന്ദു സർ ബിന്ദു ഡൽഹി. ബിന്ദു മാഡം ഡൽഹി. ഓക്കെ. വോയിസ് കുറവാ മാഡം. മൊബൈൽ ഒന്ന് അടുത്ത് പിടിച്ച് നോക്കിയേ. പറയുന്നുണ്ടോ? കേൾക്കുന്നില്ല. ഹലോ, കേൾക്കുന്ന ഒന്നും കേൾക്കുന്നില്ല. ഹലോ, ഒന്നും കേൾക്കുന്നില്ല. വോയിസ് കേൾക്കുന്നേ ഇല്ല. സംസാരിക്കുന്ന അറിയുന്നില്ല നമ്മൾ. മൊബൈലിനകത്ത് സൗണ്ട് കൂട്ടും, ഇല്ലെങ്കിൽ ദൂരത്തുനിന്നായിരിക്കും സംസാരിക്കുന്നുണ്ടാവും. ഹലോ. അല്ലെങ്കിൽ ഒന്ന് ലെഫ്റ്റ് ആയി ജോയിൻ ചെയ്തു. വേറെ ആരെങ്കിലും ഒരാൾ സംസാരിക്കും, പുതിയ ഒരാൾ. അടുത്ത പെട്ടെന്ന് നമുക്ക് സമയമാക്കണ്ട. അടുത്ത ആൾ റെഡിയായി നിൽക്കട്ടെ. സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ടുള്ള ആൾക്കാർ റെഡിയായി നിൽക്കുക. പെട്ടെന്ന് സംസാരിക്കുക, സമയം ഇതാക്കാൻ. രാമി ചേച്ചി പറയും. ഹായ് സാറേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം. പെർഫെക്റ്റ്. എൻ്റെ പേര് പ്രേമലത. ഞാൻ വയനാട്ടിൽ നിന്നാണ് ജോയിൻ ചെയ്തത്. ഞാനും ജോയിൻ ചെയ്തിട്ട് ഇപ്പം 3 മാസം കഴിഞ്ഞു. പിന്നെ ഞാനൊന്നും അറിയാതെ ഇതിലേക്ക് ഒരു ലിങ്ക് കണ്ടിട്ട് വന്നതാണ്. എന്നെ അനിൽകുമാർ അരീക്കോട് എന്ന് പറഞ്ഞ ആളാണ് ജോയിൻ ചെയ്യിപ്പിച്ചത്. പിന്നെ ഞാൻ ഷാജ് സാറിനെ എപ്പോഴും വിളിക്കാറുണ്ട്, ഷാവുൽ സാറായിട്ട് സംസാരിക്കാറുണ്ട്. എനിക്ക് പ്രൊഡക്റ്റൊക്കെ എനിക്ക് ഓൺലൈൻ ശരിയാകാത്തത് കാരണം നിങ്ങളൊക്കെ കാരണമാണ് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ പിന്നെ റൈസ് ബ്രാൻഡ് ഓയിൽ ഉപയോഗിച്ചു. എൻ്റെ മക്കൾക്കും വാങ്ങിക്കൊടുത്തു. മൂന്ന് ബോട്ടിൽ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പോസ്റ്റൽ വഴി റൈസ് ബ്രാൻഡ് ഓയിൽ എടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അത് പിന്നെ എടുക്കാൻ പറ്റിയിട്ടില്ല. നല്ല പ്രൊഡക്റ്റാണ്. പിന്നെ എനിക്ക് കുറച്ച് കൊളസ്ട്രോളിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നു തുടങ്ങിയായിരുന്നു. ഞാൻ വെളിച്ചെണ്ണ പറ്റി ഒഴിവാക്കിയപ്പോൾ റൈസ് ബ്രാൻഡ് തന്നെ ഉപയോഗിച്ചത് കാരണം പിന്നെ എനിക്ക് കുഴപ്പങ്ങളൊക്കെ കുറഞ്ഞു കിട്ടി. പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സപ്ലിമെന്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഫ്ലാക്സ് ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നീം ഉപയോഗിക്കുന്നുണ്ട്. അലോവേര ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് കൈവേദന, കാൽവേദന അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പം എനിക്ക് നല്ല മാറ്റം വരുന്നിട്ടുണ്ട്. പിന്നെ ശതാവരി മാക്സ്, എന്താ പറയുക, ഫോളിക് ആസിഡ്, ഫോളിക് അയണിൻ്റെ ക്യാപ്സ്യൂൾസ്, അത് സപ്ലിമെൻ്റ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല മാറ്റം തോന്നുന്നുണ്ട്. എനിക്ക് മാനസികമായിട്ട് ഭയങ്കര പിരിമുറുക്കങ്ങളും അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ജോലിയിൽ നിന്ന് റിട്ടയർഡായി ഇരിക്കുന്ന സമയത്താണ്
ഈ ലിങ്ക് കണ്ടതും ഇതിൽ കയറിയതും ഒക്കെ. എന്തായാലും എനിക്ക് പിന്നെ നമ്മുടെ ലീഡേഴ്സൊക്കെ വിദേശ യാത്രയൊക്കെ ചെയ്ത് കണ്ട് അതൊക്കെ നമ്മളെ ഇതിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ ത്രില്ലായിട്ട് നിൽക്കുകയാണ്. അതൊക്കെ നമുക്ക് സ്വപ്നം കാണാൻ പറ്റുള്ളൂ. അവരിലൂടെ നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റിയല്ലോ. പിന്നെ പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ ഒന്നും സംസാരിച്ചൊന്നും ശീലമില്ല കേട്ടോ. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. പിന്നെ ഇപ്പൊ പറയുകയാണെങ്കിൽ എന്തായാലും എനിക്ക് വെസ്റ്റീജിൽ വന്നിട്ട് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഫുഡ് പാച്ച് അടിപൊളി സാധനം കേട്ടോ. ഫുഡ് പാച്ച് ഉപയോഗിച്ചിട്ട് എൻ്റെ കാലിൽ കുറച്ച് ഞരമ്പുകളൊക്കെ ഇങ്ങനെ തടിച്ചിരിക്കുക, മുട്ട് മടക്കാൻ പറ്റായിക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ രണ്ട് പ്രാവശ്യം ആ ഫുഡ് പാച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷെ നല്ല മാറ്റമുണ്ട്. പിന്നെ ഇനി ഓരോരോ എങ്ങനെയാ ജോയിന്റ് ആയിട്ടുള്ള ആ മെഡിസിൻസ് അല്ല മെഡിസിൻ അല്ല സപ്ലിമെന്റ്സ് ഒക്കെ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഇനി ഞാൻ ആദ്യം എനിക്ക് അത് അറിയാതെ ഞാൻ അങ്ങ് കുറച്ചങ്ങ് വാങ്ങി. ഈ നമ്മളെ പ്രൊഡക്റ്റിന്റെ ഇതിൽ കണ്ടിട്ടാണ് വാങ്ങിയത്. ഏതൊക്കെ എങ്ങനെയൊക്കെ വാങ്ങണം എന്നൊന്നും എനിക്ക് എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ ലീഡേഴ്സിനോടൊന്നും ചോദിച്ചില്ലായിരുന്നു. പിന്നെ ഇനി ഞാൻ എല്ലാ സംഗതികളും അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി വാങ്ങും. ഞാൻ ഓരോരുത്തരോട് ഞാൻ ഉപയോഗിച്ച കാര്യങ്ങളും എനിക്ക് വന്ന മാറ്റങ്ങളും ഞാൻ എൻ്റെ മക്കളോടും പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോടും ഒക്കെ സംസാരിക്കാറുണ്ട്. അപ്പം ചിലരൊന്നും മുഖവിലയ്ക്ക് എടുക്കൂല. ചിലരൊക്കെ എന്നാ നോക്കാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ എന്തായാലും ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. താങ്ക് യു ഓൾ. താങ്ക് യു താങ്ക് യു. വെസ്റ്റീജ്. സൂപ്പർ, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അത് പ്രേമ ചേച്ചി പറഞ്ഞ കുക്കിംഗ് ഓയിൽ വാങ്ങിക്കാൻ പോസ്റ്റ് ഓഫീസ് വഴി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കുക്കിംഗ് ഓയിൽ മാത്രം ഒരു പ്രാവശ്യം ഓൺലൈൻ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത കൊറിയർ പിൻകോഡ് ഒന്ന് മാറ്റി അടിച്ചാൽ മതി. തൊട്ടടുത്ത പിൻകോഡ് അടിച്ചു കൊടുത്താൽ നമുക്ക് കൊറിയർ വരും. ഓക്കെ, അല്ലെങ്കിൽ കുക്കിംഗ് ഓയിൽ സാറേ മസ്റ്റായിട്ട് ഞാൻ ഉപയോഗിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ ചേച്ചി എന്തെങ്കിലും കോഴിക്കോട് എറണാകുളം പോകുന്നില്ല, ആ സമയത്ത് ഒരുമിച്ച് അങ്ങ് ഒരു 3-4 വാങ്ങിച്ചാൽ മതി. ഇനി ഞാൻ അങ്ങനെ വാങ്ങാൻ തീരുമാനിച്ചു സാറേ. ഇപ്പം എന്റെ ഫോണും പ്രശ്നമായി. അത് കാരണമാണ് എനിക്ക് ഒട്ടും പറ്റാതെയായി പോയത്. ഓൺലൈൻ നമുക്ക് ആ ക്യാഷ് അടയ്ക്കാൻ്റെ ഒക്കെ എല്ലാം ബ്ലോക്ക് ആക്കേണ്ടി വന്നു പോയി. എന്റെ ക്യാഷ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും ബ്ലോക്ക് ആക്കേണ്ടി വന്നതുകൊണ്ടേ നമുക്ക് ആ ഓൺലൈനിൽ ക്യാഷ് അയച്ചു കൊടുക്കാൻ വരെ ബുദ്ധിമുട്ടായി പോയി. അതാണ് എനിക്ക് പറ്റിയ പ്രശ്നം. അത് പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞാൻ ആ വൈത്തിരി നമ്മളുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ, എനിക്കതിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടി. അത് പങ്കെടുത്തവൻ ലീഡേഴ്സുമാരൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മളെ ഈ വെസ്റ്റീജിൽ വന്നിട്ട് എനിക്ക് ഒന്ന് ഒരു അനുഭവം ഉള്ളത് എന്താന്ന് പറയാ, എല്ലാ ലീഡേഴ്സും എന്തൊരു പക്വതയോടെയും സ്നേഹത്തോടെയാണ് നമ്മളോട് പെരുമാറുന്നത്. ഒരു ജാടയില്ല, ഒന്നുമില്ല. എല്ലാരും ഒരുപോലെ കാണുന്നുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ, മനസ്സിൽ ഭയങ്കരമായിട്ടൊരു ഇഷ്ടമായി. അതായത് മീറ്റിങ്ങിൽ എല്ലാത്തിലും പങ്കെടുക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ദൂരം ഒക്കെ ആയത് കാരണം വയനാട്ടിൽ അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഇല്ലല്ലോ. അപ്പം അതിനൊക്കെ ഒന്ന് പോയി പങ്കെടുക്കാൻ ഞാൻ എറണാകുളത്ത് പോകുമ്പോൾ ഞാൻ എന്തായാലും അവിടെ DLCP പോയിട്ട് അവിടുത്തെ മീറ്റിംഗ് ഞാൻ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ എന്തായാലും ഞാൻ ഇതിൽ തുടർന്ന് മുന്നോട്ടുണ്ടാവും. ഞാൻ ഇനി നമ്മളാ ഇപ്പൊ ഓഫറുള്ള ഇതില്ലേ, അത് ഞാൻ പിന്നെ കോഴിക്കോട് DLCPയിലേക്ക് വിളിച്ചു. ഞാൻ സാറുമായിട്ട് സംസാരിച്ചായിരുന്നു. അപ്പൊ പുള്ളിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പിന്നെ സ്പ്രേ വേണമെന്ന്. അങ്ങനെ 3 സ്പ്രേക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് അവിടെ പോയിട്ട് കുറച്ച് സാധനം എടുക്കണം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓൺലൈനിൽ ഇന്ന് എടുക്കാൻ പറയാതിരുന്നത്. എന്തായാലും ഞാൻ ഈ നാളെയോ മറ്റന്നാളോ പോയിട്ട് സാധനം കുറച്ച് എടുക്കും. പെർഫ്യൂം ഓൾറെഡി സ്റ്റോക്ക് കഴിഞ്ഞു. എല്ലാം അല്ല, അവിടെ ഇന്ന് സ്റ്റോക്ക് വരുന്നാ പറഞ്ഞത്. അപ്പൊ ഇന്നലെ ഞാൻ പോകാനിരുന്നതായിരുന്നു. അപ്പൊ ഇന്നലെ ചെല്ലണ്ടാന്ന് പറഞ്ഞു എന്നോട്. ഇന്ന് വന്നാ മതി. സ്റ്റോക്ക് കഴിഞ്ഞു എന്ന് പിന്നെ തോന്നുന്നു. കാരണം അത്രയൊക്കെ ഓർഡറാണ് ചെയ്യുന്നത്. നമ്മുടെ ടീമിൽ നിന്നൊക്കെ 8-10 പീസൊക്കെ ഓർഡർ ചെയ്ത് ആൾക്കാരുണ്ട് അന്ന് രാത്രി തന്നെ. അല്ല, ഇന്ന് വരും എന്നാ പറഞ്ഞത്. ഇന്ന് വന്നിട്ട് അവർ സ്റ്റോക്ക് എടുത്തതിന് ശേഷമാണ് പിന്നെ നമുക്കത് ബില്ല് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ വിളിച്ച് സംസാരിച്ചായിരുന്നു ഇന്നലെ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് വാങ്ങാൻ എങ്കിൽ ഞാൻ രാവിലെ തീരുമാനിച്ചു. തന്നെ വിളിച്ച് കൺഫേം ആയിക്കോട്ടെ. കാരണം അത് സ്റ്റോക്ക് കംപ്ലീറ്റ് ഔട്ടായി എന്ന് എനിക്ക് തോന്നുന്നു. ആ അല്ല, ഇന്നലെ ഞാൻ വിളിച്ചപ്പോ എന്നോട് അങ്ങനെയാ പറഞ്ഞത്. സ്റ്റോക്ക് വരും, പുതിയ സ്റ്റോക്ക് വരും. അതൊന്ന് എടുത്ത് ഒന്ന് റെഡി ആക്കട്ടെ. സ്റ്റോക്ക് എടുത്തെങ്കിൽ മാത്രമേ അത് ബില്ല് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നാളെ വിളിച്ചിട്ട് വന്നാൽ മതി എന്നാ പറഞ്ഞു എന്നോട്. ഞാൻ വിളിച്ചിട്ടേ പോവുള്ളൂ. ഓക്കെ. താങ്ക് യു താങ്ക് യു. സാർ. പ്രേമ ചേച്ചി, നമ്മുടെ വയനാട് നടന്ന റിസോർട്ടിൽ നടന്ന പ്രോഗ്രാമിന് പങ്കെടുത്തതിന് എല്ലാ ലീഡേഴ്സിനെയും പരിചയപ്പെടാൻ, ഭരതേട്ടനെയും ജ്യോതിഷ് സാറിനെയും നോളജ് ജോർജിനെയും മനോജ് സാറിനൊക്കെ പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ,
അത് നല്ല, കാരണം അടുത്ത എറണാകുളത്തിന് അവാർഡ് ഫംഗ്ഷനും വരുന്നുണ്ട്, FRU വരുന്നുണ്ട്. അതിന് എന്തെങ്കിലും ചേച്ചി പങ്കെടുക്കട്ടോ. FRU എറണാകുളത്തുള്ളത് ഞാൻ പോവും സാറേ. വലിയ മെഗാ പ്രോഗ്രാം വരുന്നുണ്ട്, FRU അതുപോലെ ആ, അവാർഡ് ഫംഗ്ഷനും വരുന്നുണ്ട്. ഓക്കെ ഓക്കെ സാറേ, ഞാൻ പോവും. എറണാകുളത്ത് ഞാൻ പോവും. അവിടെ മോളുള്ളത് കൊണ്ട് എനിക്ക് പോകാൻ സൗകര്യമുണ്ട്. ഓക്കെ. ഇനി ആർക്കെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? നമുക്ക് സമയമുണ്ട്, 10 മിനിറ്റ്. ആർക്കും ഒന്നുണ്ടാക്കും കൂടെ പറയാം. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. പറയൂ സുധീർ. ഞാന് കഫക്കെട്ട് കുറെ നാൾ കൊണ്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് നാൾ കൊണ്ട് കഫക്കെട്ടായിരുന്നു. ആക്സിഡന്റ്, റെസ്കോ കെയറും പിന്നെ നോനി, അംഡ ഇതൊക്കെ കഴിച്ചപ്പോ നല്ല വ്യത്യാസമാണ്. മറ്റേ നെഞ്ചിനകത്തൊരു കുറിയറുപ്പായിരുന്നു, തുമ്മലുണ്ടായിരുന്നു. ഇപ്പൊ ഒരുപാട് മാറി കിട്ടി. പിന്നെ പിന്നെ ബാക്കിയെല്ലാം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ബ്രാൻ ഓയില്, പിന്നെ പേസ്റ്റൊക്കെ എനിക്ക് മോണയ്ക്കകത്ത് ഞാൻ സെൻസറിയും ഒരുപാട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് ഈ മോണയിൽ കൂടെ ബ്ലഡ് വരുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇത് പേസ്റ്റ് ഉപയോഗിച്ചതിന് ശേഷം ഇപ്പൊ ഒരുപാട് മാറ്റമുണ്ട്. പിന്നെ ഒരുപാട് പ്രൊഡക്റ്റൊന്നും ഉപയോഗിച്ച് വരുന്നതേ ഉള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. കഫക്കെട്ടിന് റെസ്പോ കെയറും അത് സാർ. ഏതോ ഉപയോഗിക്കുന്നത്? റെസ്പോ കെയറും തുളസി ഡ്രോസും അല്ലേ? തുളസി ഇത് പിന്നെ നോനി, ആംല. ഓക്കെ ഓക്കെ. ഇനി ആർക്കും വേറെ പറയാനുണ്ടോ? 10 മിനിറ്റ് ഉണ്ട്. പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർ എന്തായാലും റിസൾട്ട് ഉണ്ടാവും. അതിൻ്റെ ആരെങ്കിലും ഉപയോഗിച്ച ആൾക്കാർ ഷെയർ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത ആൾക്കാർ മാറിപ്പോകും. ഒന്ന് രണ്ടാൾക്കും കൂടെ ഷെയർ ചെയ്യും. പറഞ്ഞോളൂ രമ ചേച്ചി, ഹലോ, പറയൂ. സാർ ഞാൻ കഴിഞ്ഞ 4 മോളിന് മാസം മോളിൽ കൊണ്ട് 60 പേര് 60 ഹലോ രമാഭായി സംസാരിക്കുന്നു സാർ. ഞാൻ പറയൂ. കഴിഞ്ഞ 4 മാസം കഴിഞ്ഞ 4 മാസം കൊണ്ട് ഞാൻ ഈ സാധനങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴും ഇപ്പൊ 4 മാസം കൊണ്ട് 60 പേര് വീതം വാങ്ങിച്ച് ഇനി അടുത്ത 5-ാം മാസത്തിലേക്ക് കടക്കുകയാണ്. ടേബിൾ നിറയെ ഇപ്പൊ വിസ്റ്റേജിന്റെ സാധനങ്ങളാണ്. എനിക്കറിയാവുന്ന എല്ലാ ആൾക്കാരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെസ്റ്റേജിന്റെ സാധനങ്ങൾ നല്ലതാണ്, ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പലവരുടെ അടുത്തും പറഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതുവരെ. പിന്നെ എൻ്റെ റിലേറ്റീവ്സിൻ്റെ അടുത്തും കുറേ സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ കൊടുത്തു. പക്ഷെ അവര് റിസൾട്ടൊന്നും വന്നിട്ടില്ല. വരുമായിരിക്കുമെന്ന് ചേച്ചിയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നു. രമ ചേച്ചി എങ്കിലും ഉപയോഗിച്ച എനിക്ക് റിസൾട്ട് വളരെ ഇഷ്ടമാണ് വെസ്റ്റേജിന്റെ സാധനങ്ങൾ. ഓക്കെ. അതന്നെ എനിക്ക് വളരെ നല്ല നല്ല സാധനങ്ങളാണ് വെസ്റ്റേജിന്റെ സാധനങ്ങളെല്ലാം. എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇനി വാങ്ങും. ഓക്കെ വെരി ഗുഡ്. താങ്ക് യു. ഓക്കെ സാർ. താങ്ക് യു. പറയൂ ലീല ചേച്ചി, പറയൂ. ലീല ചേച്ചി പോയോ? ഞാൻ അങ്ങനൊന്നും പോകത്തില്ല, എപ്പോ വെച്ചാലും മീറ്റിംഗ് ഒക്കെ കേൾക്കുന്നുണ്ട്. ഓക്കെ, പറഞ്ഞു. സാധനം എല്ലാ മാസത്തെക്കാളും കുറച്ച് കൂടുതൽ വാങ്ങിച്ച് വെരി ഗുഡ്, വെരി ഗുഡ്. വാങ്ങിച്ച് പുറത്തൊക്കെ സോപ്പ്, പേസ്റ്റ് ഇതൊക്കെ ഓരോരുത്തർക്ക് വാങ്ങിച്ച് കൊടുക്കുകയും ചെയ്തു. അടുത്തുള്ളവർക്കൊക്കെ വാങ്ങിച്ച് കൊടുക്കുകയും ചെയ്തു. ചേച്ചി ഉപയോഗിച്ച റിസൾട്ട് പറയും എന്താണ്? എനിക്ക് വളരെ ഇഷ്ടമാണ്. വളരെ ഇഷ്ടമെന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ ഇതാ സോപ്പും പേസ്റ്റും എല്ലാം. വെരി ഗുഡ്. അത് പേസ്റ്റ് വാങ്ങുന്നതിന് മുമ്പേ ഒരു ഏറ്റവും വലിയ പേസ്റ്റ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, കോൾഗേറ്റിൻ്റെത്. അതിപ്പോഴും കുറച്ചവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ രണ്ടുപേരായിട്ട് തീർക്കുക എങ്ങനെങ്കിലും. അത് മേടിച്ചു പോയില്ലേ, അതാണ് ഒഴിവാക്കിയ സൈഡിൽ വെച്ചത്. തീർക്കാൻ നിൽക്കണ്ട, ഇടക്കിടക്കിട്ട് അത് സ്മാരകമായിട്ട് കിടക്കട്ടെ. ഓർമ്മയ്ക്ക് വേണ്ടി. അന്നേരം കിട്ടിയതെന്ന് പറഞ്ഞാൽ സോപ്പ് പൊടിയാ കിട്ടിയത്. സോപ്പ് പൊടി കൊള്ളാം, സൂപ്പറാ. സോപ്പ് പൊടി എന്ന് പറഞ്ഞ കാരണം നമ്മള് കൈയൊക്കെ നമുക്ക് മറ്റേ സോപ്പ് പൊടി കലക്കി വെച്ചിട്ട് തുണി മുക്കി എടുക്കുന്നതാണക്കല്ല, കൈക്കൊക്കെ നല്ലൊരു കുളിർമയുണ്ട്, പിന്നെ നല്ല തണുവാ. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു. പോകുന്നുണ്ട്, നല്ലപോലെ അഴുക്ക് പോകും. ഈ പറയുന്ന ഒപ്പം ലീലച്ചിന്റെ കൂടെ സംസാരിക്കുന്ന ആളുടെ പേരെന്താ? എന്റെ മരുമോള ഇന്ദു. ഓക്കെ. ഇന്ദുവിന്റെ പേരിൽ ഐഡിയ ഉണ്ടോ? വെസ്റ്റിന്റെ ഐഡിയ ഉണ്ടോ?
ഷോറൂമിൽ പോകുന്ന ആളിതാ. ഷോറൂം അമ്മയ്ക്ക് പകരം ഞാൻ പോകുന്നത് മേടിക്കാൻ. ഇന്ദുവിന്റെ പേരിൽ ഐഡി എടുത്തു, അച്ഛൻ മെസ്സേജിൽ ഐഡി എടുത്തുവാ. എനിക്ക് ഐഡി എടുക്കണമെന്നും ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് ഫോൺ അതിനല്ലായിരുന്നു സാറേ ഞാൻ ഇന്നാള് പറഞ്ഞത്, ഒരു കാര്യം ചെയ്, എടുക്കാം. ബാക്കി ഒന്നും വേണ്ട, ഫ്രീ ആയിട്ട് ഒന്നും വേണ്ട, ലോണായിട്ട് ഒരേ ഫോൺ എല്ലാവർക്കും കൊടുക്കുന്നു. ഫോണാ പ്രശ്നം. ഫോൺ നല്ല ഫോൺ ഉണ്ടെങ്കിലല്ലേ പറ്റൂ. അതുകൊണ്ടാ പറഞ്ഞത് നമ്മുടെ ഒരാളെ ഫോൺ മതി, നമുക്ക് ഫോണൊന്നും ആവശ്യമൊന്നും ഇല്ല കേട്ടോ. മീറ്റിംഗിൽ ഒരുമിച്ച് കേൾക്കുക, നമ്മൾക്ക് ഉപയോഗിച്ച പ്രൊഡക്റ്റ് ഉപയോഗിക്കുക, ആരോടെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഷെയർ ചെയ്യുക, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഫോണൊന്നും ഇല്ല, പ്രശ്നമില്ല, ഒക്കെ ശരിയാക്കാം. പിന്നെ ഞാൻ സാറേ, പിന്നെ ഈ ഫോണിനകത്ത് തന്നെ എനിക്ക് മീറ്റിംഗ് ഞാനെല്ലാം കേൾക്കുന്നുണ്ട്. അന്നേരം ഞാൻ ഐഡി എടുത്താ പോരെ? ഐഡി എടുത്താൽ മതി. ഐഡി നിങ്ങളുടെ പേരിൽ ഐഡി എടുക്കുക, അതൊക്കെ ശ്രീജാമ്മയുടെ എടുത്തു തരും. എന്നുവെച്ചാൽ നിങ്ങൾ സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ എന്തെങ്കിലും സാധനം നിങ്ങൾ ഐഡി കൂടെ പർച്ചേസ് ചെയ്യാം കേട്ടോ. സിമ്മിനകത്ത് പറ്റത്തില്ലല്ലോ, വേറെ നമ്പർ വേറെ വേണം, ഫോൺ നമ്പർ വേറെ വേണം. വീട്ടിലൂടെ കുറെ 2-3 ആൾക്കാരില്ലേ വീട്ടിൽ, അപ്പൊ ആരെങ്കിലും ഒരാളുടെ നമ്പറും കഴിച്ചു കൊടുത്താൽ മതി. ഒരു മെസ്സേജ് ഫോണുണ്ട് എന്നുവെച്ചാൽ ഇന്ദുവിന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത്, ഇന്ദുവിന്റെ വീട്ടിലേക്ക് നിൽക്കാൻ പോകുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാർക്ക് 2-3 പ്രൊഡക്റ്റ് കൊടുത്ത് അവരെ ഇതിന്റെ കസ്റ്റമർ ആക്കി മാറ്റി, അവരെ വീട്ടിലുള്ള ഒരാളെ കൂടെ ഐഡി എടുത്ത് അവിടെ 2-3 ആൾക്കാരുടെ ഓപ്പർച്യൂണിറ്റി പറയുക. ആരെങ്കിലും ഇന്ദുവിന്റെ കൂടെ വരും, നമുക്കൊരു ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു. ഈശോ, അമ്മ ഇത് തുടങ്ങിയ കാലം തൊട്ട് ഞാൻ മീറ്റിംഗ് എല്ലാം കേൾക്കുന്നുണ്ട്, സപ്ലിമെന്റ് എല്ലാം കേൾക്കുന്നുണ്ട്. സപ്ലിമെന്റ് ഒക്കെ സൂപ്പർ, മേടിക്കാൻ പോകുന്നുണ്ട്. പിന്നെ കാര്യങ്ങളൊക്കെ കൊള്ളാം. എനിക്കറിയാം നിങ്ങൾ വീഡിയോ ഓഫ് ആണെങ്കിൽ പോലും ലീല ചേച്ചിന്റെ കൂടെ 2 പേരുണ്ടെന്ന് എനിക്കറിയാം. നല്ല സാധനം. പിന്നെ ഒത്തിരി പ്രോജക്റ്റുകൾ ഞങ്ങൾ വിറ്റ്, സോപ്പും പേസ്റ്റും. അത് ആൾക്കാർക്ക് 10-15 വട്ട സോപ്പ് ഞാൻ വിറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്, നല്ല എക്സ്പീരിയൻസ്. സോപ്പും വിറ്റ്. ഞാൻ പറഞ്ഞു. പിന്നെ ഈ പ്രാവശ്യത്തിൽ കൂടുതൽ വാങ്ങിച്ചത് അടുത്ത പ്രാവശ്യം എന്താ? ഇപ്രാവശ്യം ഞാൻ തോന്നിയ സാധനം മേടിച്ച്. ഞാൻ അടുത്ത പ്രാവശ്യം എന്താന്ന് അറിഞ്ഞില്ല. ദൈവം സഹായിച്ചിട്ട് നടക്കട്ടെ. ഡബിളാവും, നോക്കും. 2-ാം തീയതി വാങ്ങിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടംമാതിരി ദിവസമുണ്ട്. അടുത്ത മാസത്തേക്ക് ഇഷ്ടംമാതിരി ദിവസമുണ്ട്. അത് കൊടുക്കാനും ഉപയോഗിക്കാനും നമുക്ക് പറ്റും. അടുത്ത മാസം വാങ്ങിക്കാൻ. വേറെ സംശയം ഞാൻ ചോദിച്ചോട്ടെ? 114 ബിബി ആയി ഈ മാസം. വീണ്ടും ഇപ്പൊ ഞാൻ വാങ്ങിച്ചു ഒരു 10-200 ആയെന്നിരിക്കട്ടെ. അപ്പൊ അല്ലെങ്കിൽ 300 എന്ന് പറയുന്നത്, ഈ 300 ഞാൻ തന്നെ വാങ്ങിക്കുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ? ഇല്ല, 300-ന്റെയും 300 ബിബിന്റെയും ബോണസ് ചേച്ചിക്ക് വരും. ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ കൂട്ടുകക്ഷികൾ ആരും വാങ്ങിക്കുന്നില്ല. ഒരാളല്ലേ ഉള്ള എനിക്ക് കൂട്ടുകക്ഷി. ഇന്നലെ ശ്രീജമോളെ കണ്ട ഇട്ട് തന്നെന്ന് പറയുന്നത്. എന്തുവാന്ന് കൂട്ടുകക്ഷിയൊന്നും ശരിയാവില്ല ചേച്ചി. നമ്മൾ ഒറ്റയ്ക്ക് വാങ്ങിച്ചാൽ നമുക്ക് ആ വരുമാനം ഒറ്റയ്ക്ക് എടുക്കാം കേട്ടോ. കൂട്ടുകക്ഷിയാകുമ്പോൾ എല്ലാവരും കൂടെ വീതിച്ചു കൊടുക്കണ്ടേ. അത് ഞാൻ പറഞ്ഞു കൊടുത്ത വേറെ ആരെങ്കിലും കേരളം സാരമില്ല. 3 പേര് വാങ്ങിക്കുമ്പോൾ 3 പേർക്ക് വീതിച്ചു കൊടുക്കണം. ഇപ്പൊ ചേച്ചി ഒറ്റയ്ക്ക് 300 പോയിന്റ് വാങ്ങിക്കുന്ന 300 പോയിന്റിന്റെ ബോണസ് ചേച്ചിക്ക് വരും. അതിന്റെ 300 പോയിന്റ് ഫ്രീ പൊളിച്ച് ചേച്ചിക്ക് വരും കേട്ടോ. അതാ ഞാൻ പറഞ്ഞു കൊടുത്തത്. എന്ന് വെച്ചാൽ വാങ്ങിക്കേണ്ടതല്ല, അവര് വാങ്ങിക്കുന്ന സൈഡിൽ വാങ്ങിച്ചോട്ടെ. നമ്മൾക്ക് എത്രത്തോളം വാങ്ങിക്കുമ്പോൾ അത്രയും വാങ്ങിച്ചോട്ടോ. 100 കഴിഞ്ഞതിന്റെ പ്രസന്റേഷൻ വല്ലതും ഉണ്ടോ? 100 കഴിഞ്ഞൊരു പ്രസന്റേഷൻ ഇല്ല. ലക്കി ഡ്രോയിൽ നോക്കാം, നമുക്ക് ഭാഗ്യം വരുന്നുണ്ട് നോക്കാം കേട്ടോ. ഈ നെഞ്ചുവേദനക്കുള്ള സപ്ലിമെന്റ് ഹലോ, വായു കയറിയതാണോ? തുളസി ഡ്രോപ്സിട്ട് വെള്ളം കുടിക്കൂ, അപ്പൊ മാറിക്കോളും. എന്തോ തുളസി ഡ്രോപ്സിട്ട് ചൂടുവെള്ളം കുടിച്ചുകൊണ്ട് അപ്പൊ അതൊക്കെ മാറ്റമുണ്ടാവും. ഈ ഗ്യാസ് കയറിയതായി. ഇന്നലെ ഇവിടെ വയ്യാതെ വന്നായിരുന്നു, അതാ ഞാൻ ചോദിച്ചത്. നമുക്ക് എന്തെങ്കിലും വയറിലും അങ്ങനെയൊക്കെ എന്തെങ്കിലും വിമിഷ്ടൊക്കെ തോന്നുമെങ്കിൽ നമ്മൾ ചെയ്യാൻ ഏറ്റവും എളുപ്പ വഴി വെള്ളം ചൂടാക്കി ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ തുളസി ഡ്രോപ്സ് ഇട്ട് കുടിക്കുക. അതിന് ഒരുപാട് മാറ്റങ്ങളുണ്ടാവും കേട്ടോ. ഏറ്റവും നല്ല റിസൾട്ടാണ് ആ തുളസി ഡ്രോപ്സ്. CMD ഉപയോഗിക്കുകയാണെങ്കിൽ CMD വെള്ളം കുടിച്ചാലും നല്ല മാറ്റം ഉണ്ടാവും. തുളസി ഡ്രോപ്സ് ഉപയോഗിച്ചാലും നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. അതേപോലെ ഞാൻ എന്റെ അച്ഛന് മുട്ടുവേദന ഉണ്ടായിരുന്നു. അവിടുന്ന് സപ്ലിമെന്റ് ഒക്കെ മേടിച്ച് കഴിച്ചപ്പോ ഒരുപാട് മാറ്റമുണ്ട്. ഇതെല്ലാം ഇന്ദു നേരത്തെ പറയണ്ടേ? ഇതെല്ലാം നല്ല റിസൾട്ട് അല്ലേ? നല്ല മാറ്റമുണ്ട്. പുള്ളിക്ക് നാക്കെ വെക്കുമ്പോ തന്നെ വേദന ഓടിപ്പോണം. അത്തരം ഒരു ടൈപ്പാ എന്റെ ഭർത്താവ്. അത് കഴിച്ചപ്പോ വേദന മൊത്തം മാറിയില്ലെന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ വീണ്ടും വേദന പഴയതിനേക്കാൾ കൂടിയപ്പോ പിന്നെ പോയി തന്നെ എടുത്ത് തിന്നുന്നു. വേദന കുറവുള്ളതുകൊണ്ടല്ലേ. അതാണ് നമ്മുടെ പഞ്ചതുളസി നല്ലതാ, പനിക്കൊക്കെ നല്ലതാ. പക്ഷെ ഒത്തിരി കൂടിയിട്ടേ കുറയത്തുള്ളൂ. പഞ്ചതുളസി എന്ന് പറയുമ്പോ നമ്മളത് കഴിച്ചു കഴിയുമ്പോ നല്ല ഇച്ചിരി കൂടിയിട്ട് നമ്മുടെ കഫങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്.
അത് അങ്ങനെ കൂടിയിട്ട് പനിക്കൊക്കെ പോലെന്ന് വെച്ചാൽ നമ്മളത് പുറത്തോട്ട് വരുന്നതാണ്. പുറത്തോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത് അതാണ്. അല്ലെങ്കിൽ ഇതെല്ലാം ഉള്ളിൽ കിടന്ന് കളിക്കും. പക്ഷെ നല്ല മാറ്റമുണ്ട് അത്. നല്ല മരുന്ന്. അത് ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരുന്ന സംഭവം കേട്ടോ. നമ്മളിപ്പം എന്തെങ്കിലും കഴിക്കുമ്പോൾ അത് പുറത്തോട്ട് ചാടിപ്പോണ്ടേ, എന്നാൽ അലവേദന തന്നെ കിടക്കൂലേ, ഏതെങ്കിലും ഒരു മൂലയിൽ കിടക്കും. ഇത് പുറത്തോട്ട് കളയുമ്പോൾ പുറത്ത് പോകുമ്പോഴാണ് നമ്മൾ ഇത് അറിയുന്നത്. പക്ഷെ ഞാൻ തന്നെ അത് കഴിച്ച് എനിക്ക് മാറ്റമുണ്ട്. എപ്പോഴെങ്കിലും ദൈവം സഹായിച്ച ആളുകളെ കിട്ടട്ടെ, അതുവരെ ഞാനിങ്ങനെ പ്രവർത്തിക്കാം. എന്റെ മക്കളും അതാ കഴിക്കുന്നത്. അവളുമാർക്ക് എടുത്തു കൊടുക്കണ്ട, തന്നെ എടുത്താൽ കുടിക്കും. പുറത്തുനിന്ന് വിളിച്ചു നിർത്താൻ ആരെയും കിട്ടാത്ത കാരണേ നമ്മൾ ഓരോരുത്തരെയും വിളിക്കും. അതിന് നല്ല റിസൾട്ട് പറഞ്ഞ് നമ്മള് പരസ്യം കാണിക്കുന്ന പോലെ തന്നെ പറഞ്ഞു ഓരോരുത്തരെയും വിളിച്ചു കയറ്റും, നമ്പർ തരും, കൊണ്ടുവന്നിടും. അത് കഴിയുമ്പോ പിന്നെ അവര് മീറ്റിംഗും ഇല്ല, ഒന്നുമില്ല. ക്ഷമലെന്നും പറഞ്ഞൊരു അത് അവരെ കുറ്റമല്ല, നമ്മുടെ നാട്ടിലുള്ള മറ്റുള്ള കമ്പനികളുടെ പ്രശ്നം കൊണ്ട് ആൾക്കാർ പേടിച്ച് വരാതിരിക്കും. അത് നോ പ്രോബ്ലം. അതൊക്കെ സമയമാകുമ്പോൾ നമ്മുടെ ആൾക്കാർ കേറി വരും. തോന്നുന്നു 10-35 ദിവസം കണ്ടായി. ഇന്നലെ ശ്രീജ മോള് പറയുന്ന കേട്ട് ഷമലയോട് പറ ഒരു സോപ്പെങ്കിലും മേടിച്ച് സ്റ്റാർട്ട് ചെയ്യാനെന്ന്. അത് നമുക്ക് വരാം. നമുക്ക് അതിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഓക്കെ, ഇനി ആരും കൂടെ അടുത്ത എക്സ്പീരിയൻസ് പറയാനാണ്. പറഞ്ഞോ. മ്യൂട്ടായി. അടുത്ത ആരും കൂടെ പറയൂ. മ്യൂട്ടായി പോയിട്ടോ. വേറെ ആരും ഉണ്ടോ? ഒരു 2 മിനിറ്റ് ഉണ്ടോ? സമയമായില്ലെങ്കിൽ ഓക്കെ. എനിവേ, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച റിസൾട്ടാണ് നമുക്ക് ഷെയർ ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. കുറെ ആൾക്കാർ ഇപ്പോഴും അടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ അത്രയ്ക്കും അപാരമായ റിസൾട്ടാണ്. നമുക്ക് വേറെ ഒന്നിലും കിട്ടാത്ത അത്ര റിസൾട്ടാണ്. അത് നിങ്ങൾ കണ്ടിന്യൂ ഉപയോഗിക്കുക. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ഇതിൽ ആരോഗ്യമാണ്. അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. അതിനുശേഷം നമ്മൾ ആ ഉപയോഗിക്കുന്ന എക്സൈറ്റ്മെന്റ് ആണ് നമ്മൾ ഉള്ളിൽ വെസ്റ്റീജിലോട്ട് എപ്പോഴാണ് വരുന്നത്. ഇന്ന് നിങ്ങൾ പല ആൾക്കാരും ഇതിലേക്ക് ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കാനുള്ള വിഷമത്തിലാണ് നിൽക്കുന്നെങ്കിൽ നിങ്ങൾ ഉള്ളിലേക്ക് വെസ്റ്റീജ് കയറി ഒരു സമയമാണ്. ഇത് നിങ്ങളുടെ ഒരു ഭാഗം, ലൈഫിന്റെ ഭാഗമായി മാറുന്ന ഒരു സമയമുണ്ട് വെസ്റ്റീജ്. അന്ന് തൊട്ടാണ് നിങ്ങളിലേക്ക് ആൾക്കാർ വരും. കാരണം നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് വരുകയില്ല, എല്ലാം പോസിറ്റീവ് ആയിരിക്കും. ആരെന്ത് പറഞ്ഞാലും നമുക്കൊരു പോസിറ്റീവുമായി വരുന്ന സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾ ആരോട് ഓപ്പർച്യൂണിറ്റി ഷെയർ കഴിഞ്ഞാലും നിങ്ങളുടെ ആൾക്കാർ ജോയിൻ ചെയ്യും. അതാണ് ഈ ബിസിനസ്. ഉള്ളിലോട്ട് വെസ്റ്റീജ് കയറണം. ഇപ്പൊ നിങ്ങൾ വെസ്റ്റീജിലുണ്ട്, നിങ്ങളുടെ വീട്ടിന് അകത്തും എല്ലാം വെസ്റ്റീജ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ഉള്ളിലോട്ട് അത് കയറും ഒരു സമയമാകുമ്പോൾ. ആ ഒരു എനർജിയിലാണ് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ആവുക. ആ സമയത്താണ് നമ്മളോട് ആൾക്കാർ ജോയിൻ ചെയ്യുക. നമ്മൾ പറയുന്നത് ആൾക്കാർ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. നിങ്ങൾ പറയുന്നില്ലേ, ഷാജി സാറ് പറയുമ്പോൾ ഭയങ്കര മോട്ടിവേഷൻ ഉണ്ട്, നല്ല കേൾക്കുമ്പോൾ ചെയ്തു പോകുന്നില്ല. അത് എൻ്റെ ഉള്ളിലും പുറത്തും മൊത്തം, എൻ്റെ റൂമിനകത്തും മൊത്തം വെസ്റ്റീജാണ്. ഇതിനകത്ത് കിടക്കുന്ന ഓരോ എയറിലും ഓരോ പൊടികളിലും വെസ്റ്റീജ് ഉണ്ട്. അപ്പോൾ അതാണ് നിങ്ങളിലേക്ക് കിട്ടുന്നത്. ഇതേപോലെ നമ്മൾക്കൊരു മാറ്റം വരും. നിങ്ങൾ പറയുന്ന സമയത്ത് ആൾക്കാർ അറിയാണ്ട് മോട്ടിവേറ്റ് ആയി പോവും, അറിയാതെ ആൾക്കാർ ബിസിനസ് ചെയ്തു പോവും. അത് നമ്മൾക്ക് 100% വെസ്റ്റീജിലോട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്, വിശ്വസിക്കുക എന്നുള്ളതാണ്. അത് എല്ലാവരും ചെയ്യണം. ഇനി ഇതിൽ പ്രൊഡക്റ്റ് ഉപയോഗിക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുക. ഓരോരോ പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങണം. നിങ്ങളുടെ എല്ലാ ഹെൽത്ത് പ്രോബ്ലംസ് മാറി പൂർണ്ണ ആരോഗ്യമുള്ള വ്യക്തിയായി മാറി നിങ്ങൾക്കുണ്ടാകുന്ന ചുറുചുറുക്ക് കാണുമ്പോൾ, ആരോഗ്യം കാണുമ്പോൾ മറ്റുള്ളവർക്കും അസൂയ തോന്നിച്ച് ബിസിനസ്സിലേക്ക് വരുന്നുണ്ടാവും. കുറച്ച് കഴിയുമ്പം ഈ പറഞ്ഞ കളിയാക്കിയ നിരുത്സാഹപ്പെടുത്തിയ ആൾക്കാരൊക്കെ, നിങ്ങളുടെ അയൽവക്കക്കാരും ചങ്ങായിമാരൊക്കെ വെസ്റ്റേജിലുണ്ടാവും കുറച്ച് കഴിയുമ്പോൾ. അതിന് പ്രൂവ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്പീഡായിട്ട് വർക്ക് ചെയ്യുക. പുതിയ ആൾക്കാരെ കണ്ടെത്താൻ ശ്രമിക്കുക. പുറത്തിറങ്ങുന്ന സമയത്ത് അവരെ ഇൻവൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ ദിവസം നമുക്ക് ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ സെഷൻ ചെയ്തു. കുറച്ച് നല്ല എക്സ്പീരിയൻസ് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടാവും. എനിവേ, നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വിഷ് യു വെൽ.